ഹെഡ് കോൺസ്റ്റബിൾ സുഗുണൻ. ഓ ശമ്പളത്തെക്കാട്ടിയും കൂടുതൽ ഇമ്പളം. അങ്ങനെയൊന്നുമില്ല. കുമ്പളത്ത് വാരിയായിട്ട് താമസം. അങ്ങനെയൊന്നുമില്ല. ഒത്ത വണ്ണം ഒത്ത വക്ക. അല്ല, ഒത്ത വണ്ണം ഒത്ത പൊക്കു. സാർ കോൺസ്റ്റബിൾ രാധ. പീസ് അകത്തോട്ട്. ഏ? അല്ല പി സി അകത്തോട്ട്. ആ, വിളി. രാധ പി സി രാധ. സാറ് വന്നേക്കണം. എന്റെ പെണ്ണുമുള്ള ചാടിക്കാറല്ലേ. ഇത് പുതുതായിട്ട് ചാർജ് എടുത്ത എസ് ഐ ഒന്നുമല്ല, ഇതെന്റെ രാജേട്ടനാ. രാജേട്ടൻ സാർ. ഹലോ, ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനോ ആ. ഇലഞ്ഞിത്തറ മേളത്തിന് കൊട്ടാൻ പോകുന്നു. അയ്യോ, വല്ല പഠിച്ചു പോയിട്ടില്ലേ? എടോ പോലീസ് സ്റ്റേഷനിൽ ഇതിൽ നിന്നിട്ട് തനിക്ക് മനസ്സിലായില്ല എന്നാ? താൻ ഏത് നാട്ടുകാരനാണോ? ഞാൻ കൊല്ലം. ആ വെറുതെ അല്ല 4 കൊല്ലമായിട്ട് ഈ പെണ്ണുങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കണം. എന്താ ജോലി? എനിക്കെന്ന് പറഞ്ഞ ബിസിനസ്. ആ. സിംഗപ്പൂർ, അമേരിക്ക, ഫ്രാൻസ്, ഇറ്റലി, ലണ്ടൻ, ജർമ്മനി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇത് എല്ലാം ഇങ്ങനെ വേൾഡ് മൊത്തം കറങ്ങാണ്. അതെ, പറന്ന് കിടക്കണം. എന്തിട്ട് ബിസിനസ് ആണ് ഇത്? ബോളല്ലേ ഇത്? ബോള്. തന്റെ ബിസിനസ് എന്താണ്? ഞാൻ മറ്റേ പടമാണ്. ഏത് പടം? മറ്റേ വേൾഡ് മാപ്പ്. മാപ്പ് പറയേണ്ട കേസ് കിട്ടുന്നില്ലല്ലോ. അതല്ല, കച്ചവടം. ഭൂപടം കച്ചവടം. മാപ്പ് വെച്ചോണം. ഒറ്റ കിണ്ണാണ്ടല്ല ഒന്നും തെളിപ്പ് കാണിക്കണേ. മര്യാദക്കൊക്കെ നോണം. ഈ കുട്ടിയുടെ കാമന കൊണ്ട് ഞാൻ ചോദിച്ചേ. സാറിന് നാണമില്ലേ? എന്തെന്ന്? ഞാനും രാജേട്ടനും എത്ര നാൾ കൂടി കാണുന്ന, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കണ്ടേ? സാർ ഇങ്ങനെ വായും പൊളിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. അതെ, രണ്ടുപേരോട് കൂടി ഒരു കാര്യം പറയാം. അത് ഇതൊക്കെ സംസാരിച്ച് നിൽക്കുക. ഇത് ലോഡ്ജല്ല, പോലീസ് സ്റ്റേഷനാണ്. അങ്ങനെ സംസാരിച്ചിട്ട് മധുവിധ ആവശ്യിക്കാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അത് ഇവിടെ നടക്കില്ല. എസ് ഐ ഇപ്പൊ വരും. രാജേട്ടനെ ഇപ്പൊ കൊല്ലും. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വെറുതെ നമ്പറിട്ടതാ. അപ്പൊ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി മറ്റേ ജന്മദിന ആശംസകൾ. എനിക്കും നിർത്തിയടാ ഇങ്ങനെ ഡ്യൂറ്റും പാടി കളിച്ചു. ഇങ്ങനെ വന്നേ. എസ് ഐ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. എന്തിന്? അത് രണ്ടുപേരും തൊപ്പിയോടെ കേസാ. ഇത്രയും നാൾ ജോലിയായിട്ട് ഒരു പ്രതിനെ സ്റ്റേഷനിൽ ഇല്ലാന്ന് പറഞ്ഞേ. എസ് ഐ വരുമ്പോ ഒരു പ്രതി ഇല്ലെങ്കിൽ നമ്മുടെ പണിയാ പോകും. അയ്യോ, നമുക്ക് സ്ഥിരം വിളിക്കുന്ന പ്രതികൾ വിളിച്ചാലോ? സ്ഥിരം വിളിക്കുന്ന പ്രതി ആ കോട്ടയം വില്യംസും പിന്നെ ഷിനോദ് മലയാറ്റൂരൊക്കെ. പക്ഷെ ഇപ്പൊ പേരിന് സംക്രാന്തിനെ സിറുവിൽ അടുത്തില്ല. എന്താ ചെയ്യപ്പോ? ജോലി എന്താണ് പ്രശ്നം? ഒന്നുമില്ല, എസ് ഐ ചാർജ് എടുക്കുന്ന ദിവസമാണേ. അപ്പൊ ഇവിടെ ഗഡിയ ഒരു പ്രതിനെ ഇവിടെ പിടിച്ചിട്ടില്ല. അപ്പൊ ഒരു പ്രതി ഇല്ലെങ്കിൽ ഇവിടെ പണി പോവും. ഇവിടെ പണി പോവും? അത് ശരിയാവൂല, അത് ശരിയാവൂല. എന്തേ? ഒരു പ്രതിയെ വേണം. നിന്റെ അടുത്തുണ്ടോ ആരെങ്കിലും? എന്റെ അടുത്തുണ്ട്, എന്റെ പരിചയത്തിലുണ്ട്. ആരാ? ഞാൻ തന്നെ ആവാം. അത് നടക്കില്ല ചേട്ടാ. അതെന്താ? അതൊന്നും നടക്കില്ല. എടാ, നീ ഒന്ന് പോയേ. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കണം. അത്രേ ഉള്ളൂ. അതായത് എസ് ഐ വരാൻ നേരത്തെ ഞാൻ ഇവിടെ പ്രതിയെ പോലെ നിന്ന് എസ് ഐ പോയി കഴിയുമ്പോൾ എനിക്ക് പോവാലോ. എസ് ഐ വരുമ്പോ ആരാ പ്രതി എന്ന് ചോദിക്കും, നീ ആ പ്രതി എന്ന് പറയും. എസ് ഐ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ തന്നെ വിടുകയും ചെയ്യും. അത്രേ ഉള്ളൂ. അത് നടക്കില്ല. നടക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഞാൻ അഭിനയിച്ച് തകർക്കും. നീ കണ്ടോ? അതെ, എസ് ഐയുടെ ജീപ്പ് വന്ന് നിന്നിട്ടുണ്ട്. ഒന്ന് ഇങ്ങോട്ട് മാറി ഒന്ന് സേഫ് ആയിട്ട്. നിവർന്ന് നന്നായിട്ട് സല്യൂട്ട് അടിക്കണം. അതൊക്കെ അവിടെ വെയ്. ഹെഡ് കോൺസ്റ്റബിൾ സുഗുണൻ സാർ. കോൺസ്റ്റബിൾ രാധ. സാർ, നിങ്ങളൊക്കെ എന്തുട്ട് പോലീസുകാരാണോ? എന്താ സാറേ? ഒരു പ്രതിയെ പിടിക്കാണ്ട് പോലീസാണെന്നും പറഞ്ഞ് തൊപ്പിയും വെച്ച് തേരാപ്പാര നടക്കുകയാണ്. അതെ, എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇവർക്കറിയാം. ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇവിടെ സ്ഥിരമായിട്ടുള്ള പ്രതിയാ. അയ്യോ, പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. വളരെ സന്തോഷം. എന്താണ് അതിന്റെ പേര്? എന്താ എന്റെ പേര്? സുഗുണൻ. സുഗുണൻ. അതെന്റെ പേര്. അപ്പൊ എന്റെ പേരാ? നിന്റെ പേര് ആദ്യം നീ ഓർത്തു വെക്ക്, ഞാനിപ്പോ വരാം. ആണോ? ഇതിന്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു രാജേട്ടാ. എനിക്ക് വേദനിച്ചില്ലടി, നിനക്ക് വേണ്ടിയല്ലേ. നീ ചുമ്മാരുതേ. ഇത് വല്ല കാര്യം ഉണ്ടായിരുന്നു. വെറുതെ ഒന്ന് ചാറിയുള്ളൂ. ഇനി അങ്ങനെ ഒന്ന് പെയ്യും. ആണാ? ആ, ഇനി തല്ലുവപ്പോ? തല്ലും. ചാടിക്കറി പ്രതിയാന്ന് പറഞ്ഞ വല്ല കാര്യം ഇഷ്ടാ. ഞാൻ പറയില്ലേ, ഒരു മയത്തിന് പറഞ്ഞോളാം, അവിടെ നിന്നോ. ആ, ഓക്കെ, ഞാൻ പറഞ്ഞോളാം. എടോ, സർക്കിൾ ഏമാനാ വിളിച്ചിരുന്നത്. എന്താ സാറേ? എടോ, ആ 12 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതികൾ പിടിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ലല്ലോ. രണ്ടിന്റെയും തൊപ്പി വെറുക്കും. പുള്ളി ആകെ വിഷയത്തിലാണ്. അല്ല, ആ പ്രതിനെ പിടിച്ചല്ലോ. എവിടെ? അയാളല്ലേ നിക്കളെ? മറ്റേ പഴയ കളിയാണ്. ആ പ്രതിയാണല്ലേ? ആ പ്രതിയാണ് ഞാൻ. നീ എത്ര വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചു? എത്ര വയസ്സുള്ള കുട്ടിയെ? 12. 5 6 ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട്. ഓ, അല്ലെങ്കിൽ അതും പീഡിപ്പിച്ചാലേ. ഞാൻ പീഡിപ്പിച്ചാലേ. വെരി ഗുഡ്, താങ്ക് യു. എടുക്ക്. അങ്ങ് എടുത്തു കൊടുക്കും. എടുക്ക്. ഓ, എന്റെ വടക്കുന്ന എടുക്കാൻ പറഞ്ഞിട്ട്. എടോ, കൊമ്പിട്ട് കഴിഞ്ഞ അപ്പ ഞാൻ പെടക്കൊന്നും എനിക്കറിയില്ലേ. എടുക്കാൻ പറഞ്ഞിട്ടല്ലേ സാറേ? അവിടെ ഇട്. ഓ, ഇവിടെയോ?
എടുക്കടാ. ഞാനാണോ? ആ ആ വേണ്ട. അടക്കട്ടെ. എടുക്ക. ദേ. എടുക്കടാ. നല്ല കളിയാണ് കേട്ടോ നമ്മൾ. ഏ? എന്റെ സാറാവൻ കുമ്പിട്ടെടുക്കും തോന്നല്ല. ഇവനെ കൊണ്ട് നമുക്കൊന്ന് കുമ്പിടിക്കണമല്ലോ. അങ്ങനെ എന്താ അവിടെ കിടക്കണത്? എവിടെ ഇത്രയും മതി എനിക്ക്. ഇരിക്കോ. അയ്യോ, പതുക്കെ. നീ ആരാടാ? നീ ഊരടാ. നിന്റെ ട്രൗസർ എല്ലാം ഊരടാ. നീ ഊരി മാറ്റി. നോക്ക്. ഓക്കെ, താങ്ക് യു. നമ്മുടെ സ്റ്റേഷനിൽ തെളിയാതെ കിടക്കുന്ന എത്ര കേസുകളുണ്ടോ? 30 സാർ. 40. 40, 30, 70 കേസ്. ഞാനിപ്പോ വരാം. അല്ല ഇപ്പൊ വരാം. കുഴപ്പമില്ല, ഞാനിപ്പോ പറഞ്ഞു ശരിയാക്കി തരാം. കുഴപ്പമില്ല. താൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അവിടെ പ്രതിയായിട്ട് നിന്നേ. ഇല്ല കുഴപ്പമില്ലാന്ന് ഞാൻ റെഡിയാക്കി തരാം. വേദനിച്ചോ രാജേട്ടാ? എനിക്കോ വേദനിക്കാൻ? അപ്പഴേ ഞാൻ പറഞ്ഞേ ഒന്ന് എടുത്ത് തലേ വെക്കണ്ടെന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യും ദൈവമേ? എന്റെ അച്ഛൻ പോലും ഒരു ഇറുക്കിൽ വെച്ച് എന്നെ അടിച്ചിട്ടില്ല. ആ പണ്ടാരക്കാല കാട്ടുപോത്ത് മുതുവത്ത് മേയായിരുന്നു എന്റെ. ഞാനിതെങ്ങനെ സഹിക്കും? അപ്പൊ ശരി, ഞാൻ പോണം. അല്ല പോവാൻ വരട്ടെ. ആകെ വിഷയായി. എന്ത് പറ്റി? ആ തെളിയാതെ കിടക്കണ 70 കേസില്ലേ, അത് ഇയാളെ പേരടിക്ക് വെച്ചിട്ടാണ് എസ് ഐയുടെ തീരുമാനം. പോകാൻ വരട്ടെ, എസ് ഐ ഇങ്ങോട്ട് വരട്ടെ. അപ്പൊ നമ്മുടെ പ്രേമോ? പിന്നെ ഇഞ്ച പർവ്വത്തിന് അടി വാങ്ങിച്ചിട്ടാ ഇനി പ്രേമം. അപ്പൊ നമ്മുടെ കല്യാണം ആദ്യം നടക്കുന്നു തോന്നല്ല. 10-70 കേസ് ഇപ്പൊ തലയിലുണ്ട്. ഇനി കോടതി ഇറങ്ങിയിട്ട് വേണ്ടേ മനുഷ്യ ഇനി കല്യാണം? ആ കല്യാണമൊന്നുമില്ല. കേക്കണ പന്നികൾ കൂട്ടം കൂട്ടമാ വരുവേ. അങ്ങനെ സിംഗടാതാ വരുവേ. വരട്ടും ബാ ബാ. ഞാൻ എന്തോ ഒരു സാധനം. എന്താ സാർ? താങ്ക് യു വെരി ഗുഡ്. താങ്ക് യു. ആലിങ്കാവ് അമ്പലത്തിൽ നിന്ന് മോഷ്ടിച്ച വിഗ്രഹം നീ എവിടെയാടാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ വീടിന്റെ ബാക്കിൽ ഞാൻ കുടിച്ചിട്ടിരിക്കുക. രാജേട്ടാ, നിങ്ങൾ അത് ചെയ്തോ? ഓടി അവിടുന്ന്. എടി 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ അമ്പലം വിഗ്രഹമൊക്കെ എനിക്ക് ഇല്ല. അപ്പൊ എക്സ്ക്യൂസ് മീ മിസ്റ്റർ എസ് ഐ, ഇപ്പൊ ആൾറെഡി ടോട്ടൽ 70 കേസ് നമുക്ക്. അതെ. അപ്പൊ ഈ വിഗ്രഹത്തിന്റെ കേസ് കൂടെ ചേർത്ത് 71. അതെ. താങ്ക് യു, ഐ എം വെരി ഹാപ്പി. ഓക്കെ ബൈ. രാജേട്ടാ! ഓടി അവിടുന്ന്.